എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി തോരനാണ്. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് അടിപൊളി ടേസ്റ്റിലൊരു നെത്തോലി തോരൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനായി നെത്തോലി മീൻ ഇതുപോലെ മുള്ളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മുടെ അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, ഉപ്പ്. നെത്തോലി തോരൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും കടുകും വറ്റലുമുളകും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും പച്ചമുളകും എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നെത്തോലി മീൻ ചേർത്ത് കൊടുക്കാം. നെത്തോലി മീനും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ നെത്തോലി മീൻ കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കണം. അതിൽ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റണം. നമുക്ക് നെത്തോലി തോരനാണല്ലോ, അപ്പോൾ ഡ്രൈ ആയിട്ട് നമുക്ക് നെത്തോലി മീൻ ഇരിക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. നമ്മുടെ തോരന് നമ്മൾ അരച്ചെടുക്കുമല്ലോ, അതുപോലെ നമ്മൾ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. അങ്ങനെ നമ്മുടെ നെത്തോലി മീൻ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്തൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നെത്തോലിയിൽ വെള്ളം ഇരുന്നാൽ നമ്മുടെ നെത്തോലി തോരൻ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി നെത്തോലി തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.